ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വായനാ ദിന ക്യൂസ് 2026 പാർട്ട് 10 ആണ് കേട്ടോ. പിന്നെ കുറച്ച് സമയം കൂടി ഉള്ളൂ വായനാ ദിനത്തിന്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ലോക പ്രശസ്തമായ കാർട്ടൂൺ കഥാപാത്രങ്ങളായ മിക്കി മൗസ് ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം വാൾട്ട് ഡിസ്നി. ഭൂമിയുടെ അവകാശികൾ ആരുടെ കൃതിയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ചിത്രയോഗം എന്ന മഹാകാവ്യം രചിച്ചതാരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ബോബനും മോളിയും ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം ടോംസ്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥ എന്ന നോവൽ ഏതു തെരുവിൻ്റെ കഥയാണ് പറയുന്നത്? ഉത്തരം മിഠായി തെരുവിൻ്റെ. 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഉത്തരം ഡോക്ടർ M.K. രാഘവ വാര്യർ. ഈശ്വര വാഴ്ക്കില്ലല്ലോ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം സലിം കുമാർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുട്ടികൾക്കായി പ്രസിദ്ധീകരിക്കുന്ന ശാസ്ത്ര മാസിക ഏതാണ്? ഉത്തരം യുറീക്ക. ഇന്ത്യയിൽ ലൈബ്രറി സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ്? ഉത്തരം S.R. രംഗനാഥൻ. കേരളത്തിലെ ആദ്യ പബ്ലിക് ലൈബ്രറി ഏതാണ്? ഉത്തരം തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ്? ഉത്തരം കൊൽക്കത്ത ലൈബ്രറി. രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ട പുസ്തകങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഉത്തരം റെഡ് ബുക്ക്. കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാലയായ തിരുവനന്തപുരം വായനശാല സ്ഥാപിച്ച വർഷം ഏതാണ്? ഉത്തരം 1829. ആരാണ് തിരുവനന്തപുരം വായനശാല സ്ഥാപിച്ചത്? ഉത്തരം സ്വാതി തിരുനാൾ. P.N. പണിക്കരുടെ നിര്യാണത്തെ തുടർന്ന് ജൂൺ 19 വായനാ ദിനമായി പ്രഖ്യാപിച്ച കേരള മുഖ്യമന്ത്രി ഏതാണ്? ഉത്തരം A.K. ആൻ്റണി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വായനാ ദിന ക്യൂസ് പാർട്ട് 10 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ചോദ്യങ്ങൾ എഴുതിയെടുത്ത് നന്നായി പഠിക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ അക്ഷരമുറ്റം ക്യൂസ്, വായനാ ദിന ക്യൂസ്, പരിസ്ഥിതി ദിന ക്യൂസ്, അങ്ങനെ എല്ലാതരം ക്യൂസ് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി പാർട്ട് 11 ഉടൻ വരുന്നതായിരിക്കും. Thank you for watching.